അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലുള്ള ആളുകൾ പിന്നെ പല ജനങ്ങളെ ചൂഷണം ചെയ്യാൻ ഉപയോഗിക്കാറുള്ളത് മനുഷ്യൻ്റെ ദൗർബല്യങ്ങളെയാണ്. മനുഷ്യൻ്റെ രോഗങ്ങൾ, അസുഖങ്ങൾ, അല്ലെങ്കിൽ അവൻ്റെ വിഷമാവസ്ഥകൾ, അല്ലെങ്കിൽ ജീവിതത്തിലുണ്ടാകുന്ന ചില ചടങ്ങുകൾ, ചില പ്രത്യേക സന്ദർഭങ്ങൾ, സവിശേഷ സന്ദർഭങ്ങൾ, ജനനം, മരണം, വിവാഹം പോലുള്ള സംഗതികൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് പൊതുവെ ആളുകൾ മതത്തിൻ്റെ പേരിൽ ചൂഷണത്തിനായി പിന്നെ ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഏതെങ്കിലും ഒരു പാപങ്ങൾ പുറത്തു കിട്ടുന്നതിന് പല മതങ്ങളിലും പ്രത്യയശാസ്ത്രങ്ങളിലും മനുഷ്യരുടെ പാപങ്ങൾ പുറത്തു കിട്ടുന്നതിന് പിന്നെ പിന്നെ പല പുരോഹിതന്മാരുടെയും അടുത്ത് പോയി ചില ചടങ്ങുകൾ ചെയ്യേണ്ട അവസ്ഥകളുണ്ട്, അല്ലെങ്കിൽ അവരോട് പോയി നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പറയേണ്ടുന്ന സ്ഥിതിയുണ്ട്. ഇസ്ലാമിൽ അങ്ങനെ ഒരു സംഗതി എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. നമുക്ക് നമ്മുടെ പക്കൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകൾ ഒരു മനുഷ്യനോടും, അല്ലെങ്കിൽ പുരോഹിതനെന്നോ അല്ലെങ്കിൽ പണ്ഡിതനെന്നോ ഒരാളോടും പറയേണ്ടുന്ന സ്ഥിതി ഇസ്ലാമിൽ പിന്നെ അള്ളാഹു വെച്ചിട്ടില്ല. നമുക്ക് അള്ളാഹുവിനോട് നേരിട്ട് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹാബതിഹി കുല്ലിഹിം അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോയുടെ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് പാരായണം ചെയ്യാം. സൂറത്തു തൗബയിലെ 34-ാമത്തെ വചനമാണത്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇന്ന കസീറം മിനൽ അഹ്ബാരി വർ റുഹ്ബാൻ, നിങ്ങളിൽപ്പെട്ട ഒരുപാട് പുരോഹിതന്മാർ, അല്ലെങ്കിൽ ദീനിൻ്റെ പേരിൽ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന പണ്ഡിതന്മാർ, പുരോഹിതന്മാർ, ലയ കുലൂന അംവാലന്നാസി ബിൽ ബാത്തിൽ, അവരിലധിക പേരും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, അവർ വയസുദ്ദൂൻ ആൻ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ചു കളഞ്ഞുകൊണ്ടും ഇരിക്കുകയാണ്. ഇത് സൂറത്ത് തൗബയില പിന്നെ ആയത്തിൻ്റെ ഒരു ഒരു പകുതി, ആദ്യ പകുതി ഭാഗമാണ്. ഈ ഒരു ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം പൗരോഹിത്യം എന്നതിനെക്കുറിച്ചാണ്. അഥവാ മതത്തിൻ്റെ പേരിൽ ചൂഷണം ചെയ്യുന്ന ആളുകൾ, അത് ഏത് മതങ്ങളായിരുന്നാലും, അത് ഇസ്ലാമിലായിരുന്നാൽ പോലും, അതിന് പിന്നെ മതജാതി വ്യത്യാസമില്ലാതെ എല്ലാ മതങ്ങളിലും അങ്ങനെയുള്ള ആളുകളുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ അങ്ങനെ ഒരു ചൂഷണത്തിനുള്ള വകുപ്പില്ലെങ്കിലും ഇസ്ലാമിനെ പിൽക്കാലഘട്ടത്തിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ചു വന്ന സ്വഹാബിമാരും താബിഈങ്ങളും തബഉ താബിഈങ്ങളും അവരൊക്കെ ശരിയായി അതിനെ വരും തലമുറകൾക്ക് പകർന്നു കൊടുത്തെങ്കിലും അവരുടെയൊക്കെ ഒരു കാലഘട്ടങ്ങൾ പിന്നെ സ്വഹാബിമാരൊക്കെ പിന്നെ കഴിഞ്ഞ് പിന്നെ പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും ഫിത്നകളും ഇസ്ലാമിക സമൂഹങ്ങളിലുണ്ടായി. പിന്നെയും കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ മതത്തെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളുണ്ടായി. വിശുദ്ധ ഖുർആൻ വചനങ്ങളെ തങ്ങളുടെ ആശയങ്ങൾക്കുള്ള സാധൂകരണമായി അതിനുവേണ്ടി ദുർവ്യാഖ്യാനങ്ങൾ ചമയ്ക്കുന്ന ആളുകളുണ്ടായി. അങ്ങനെ പല രൂപത്തിൽ മതത്തെ തങ്ങൾക്കുള്ള സാമ്പത്തികമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയോ പിന്നെ ചൂഷണം ചെയ്യുന്ന മനുഷ്യന്മാർ പിന്നെ ഇസ്ലാമിലും ഉണ്ടായിത്തീർന്നു. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ഉൾപ്പെടുത്തിയ ലോകാവസാനം വരേക്കും ഖുർആനിൽ നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന സൂറത്ത് തൗബയിലെ ഈ ആയത്ത് വളരെ വലിയൊരു പാഠമാണ് നമുക്കൊക്കെ പഠിപ്പിച്ചു തരുന്നത്. അഥവാ മതം, യഥാർത്ഥ മതം, അതിൽ ചൂഷണങ്ങൾ ഉണ്ടാവില്ല. മതത്തിൽ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ചൂഷണം നടത്തുന്നവർക്ക് യഥാർത്ഥത്തിൽ മതവുമായി ബന്ധവും ഉണ്ടാവുകയില്ല. ഇസ്ലാം അതുകൊണ്ടാണ് ഏതെങ്കിലും തരത്തിൽ പിന്നെ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ ചൂഷണത്തിന് വിധേയമാക്കാവുന്ന എന്തെങ്കിലും തരത്തിലുള്ളൊരു ലൂപ്പ് ഹോൾ അതുപോലും ഇസ്ലാം ഒരിടത്തും അവശേഷിപ്പിച്ചില്ല എന്നുള്ളത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനം മുതൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണമായി സാമ്പത്തികമായി മതം എന്നുള്ളത് അഥവാ ദീൻ, അള്ളാഹു ശരിയായ ഈ ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവ്, നമ്മൾ ആരാധിക്കേണ്ട ആരാധ്യൻ ദൈവം, ആ ദൈവത്തെ ആരാധിക്കാൻ 5 പൈസയുടെ ചിലവ് ഇസ്ലാം എവിടെയും നിശ്ചയിച്ചിട്ടില്ല. ഏതെങ്കിലും ചില വ്യക്തികൾ അല്ലെങ്കിൽ ചില പിന്നെ പ്രത്യേക ആളുകൾ, അവർക്ക് മാത്രമേ ദൈവിക നിയമങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അവർക്ക് മാത്രമേ വേദഗ്രന്ഥങ്ങൾ പഠിക്കാനും വായിക്കാനും ഇത് തിരിച്ചറിയാനും പറ്റുള്ളൂ. അവർ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിലെ ചില ചടങ്ങുകളും അതുപോലെ തന്നെ ചില ആരാധനകളും നിർവഹിക്കാൻ പറ്റുള്ളൂ. ചില കാര്യങ്ങളൊക്കെ അവരിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള എന്തൊക്കെയുണ്ടോ അതൊക്കെയും ഇസ്ലാം ആ വാതിൽ തന്നെ അടച്ചിടുകയാണ് ചെയ്യുന്നത്. ഏറ്റവും അടിസ്ഥാനം മുതൽ തുടങ്ങാം. ഇപ്പോൾ ഒരാൾക്ക് ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം, ഇസ്ലാമിലേക്ക് കടന്നു വരണം, ഷഹാദത്ത് ഇസ്ലാമിൻ്റെ ആ സാക്ഷ്യവചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ആരാധകർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് ഒരു മനുഷ്യൻ വിശ്വസിക്കുന്നു, അതവൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, കുളിച്ച് ശുദ്ധിയായി വന്ന്
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള, അള്ളാഹുവിൻ്റെ ദൂതനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും സാക്ഷ്യം വഹിക്കുന്നു എന്നൊരാൾ ഉറച്ച വിശ്വാസത്തോടു കൂടി അത് ബോധ്യപ്പെട്ട് അത് ഉറക്കെ പ്രഖ്യാപിക്കുന്നതോട് കൂടി അയാൾക്ക് ഇസ്ലാമിൽ കടന്നു വരാം. അവിടെ പ്രത്യേകമായി ഒരു 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 പുരോഹിതൻ്റെ സാന്നിധ്യം അവിടെ ആവശ്യമില്ല. എന്തെങ്കിലും ഒരു പ്രത്യേക ചടങ്ങുണ്ടെങ്കിലാണ് അയാൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ പറ്റുക. അങ്ങനൊരു സംഗതിയില്ല. ഇനി ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ദീൻ അയാൾക്ക് അനുഷ്ഠിച്ചു മുന്നോട്ട് പോകുന്നതിന് വേണ്ടി എന്തെങ്കിലും ചിലവുണ്ടോ? പല മതങ്ങളിലും യഥാർത്ഥ അല്ലെങ്കിൽ പല രൂപത്തിലുള്ള മാറ്റത്തിരുത്തലുകളും മനുഷ്യരുടെ കൈകടത്തലുകളും ഉണ്ടായ മതങ്ങളിൽ നമുക്ക് ഇന്നും ലോകത്തെമ്പാടും കാണാൻ കഴിയും. ദൈവത്തോട് അടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ആരാധനകൾ അർപ്പിക്കണമെങ്കിൽ അതിന് ഇന്ന ചില പൈസ കൊടുത്തുകൊണ്ടുള്ള ചടങ്ങുകൾ. ഇപ്പോൾ ഈ അടുത്ത് പോലും കേരളത്തിൽ നിലവിലുള്ള കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നമായ ഒരു ആരാധനാലയം, കേരളത്തിലുള്ളൊരു ആരാധനാലയം, അവിടെ 25,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ക്യൂ ഇല്ലാതെ തന്നെ പെട്ടെന്ന് നമ്മളെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് നമുക്ക് പിന്നെ ആരാധനകളൊക്കെ കഴിഞ്ഞ് പുറത്ത് വരാം എന്നുള്ളൊരു പ്രത്യേക സിസ്റ്റം കൊണ്ടുവന്നു. അപ്പോൾ 25,000 രൂപ മുടക്കാൻ പിന്നെ ശേഷിയുള്ളൊരു മനുഷ്യന് പെട്ടെന്ന് തൻ്റെ ആരാധനകൾ പൂർത്തിയാക്കി ദൈവത്തെ കണ്ട് അല്ലെങ്കിൽ പിന്നെ പുറത്തിറങ്ങാനുള്ള സംവിധാനം, അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക, അതെങ്ങനെയാണ് ഒരു യഥാർത്ഥ ദൈവിക നിയമമായി മാറുക? കാരണം പണമുള്ളവനോ ഇല്ലാത്തവനോ, അല്ലെങ്കിൽ വലിയ അധികാരമുള്ളവനോ ഇല്ലാത്തവനോ, ഏതൊരു മനുഷ്യനും ഒരുപോലെ അവൈലബിൾ ആകുന്ന, ഒരുപോലെ ആരാധനകൾ അർപ്പിക്കാൻ കഴിയുന്ന, ഒരുപോലെ ദൈവത്തോട് കാര്യങ്ങൾ തുറന്നു പറയാൻ സാധിക്കുന്ന ഒന്ന് ആണെങ്കിൽ മാത്രമാണല്ലോ അത് യഥാർത്ഥ ദൈവിക മതവും ദൈവിക നിയമങ്ങളും കാര്യങ്ങളുമായി യഥാർത്ഥ ദൈവവുമായി മാറുക. അപ്പോൾ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ സവിശേഷത, ഇസ്ലാമിൽ ഇപ്പം ആരാധനാകർമ്മം ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം, അത് നിർവഹിക്കുന്നതിന് 5 പൈസ ചിലവില്ല. ഒരു മനുഷ്യന് പിന്നെ പള്ളിയിൽ പോയി നിസ്കരിക്കാം, ആളുകളുടെ കൂട്ടത്തിൽ നിസ്കരിക്കാം. അവിടെ നിസ്കാരത്തിന് ആളുകൾ നിൽക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെ വിശുദ്ധ വേദഗ്രന്ഥം പിന്നെ ഖുർആൻ അറിയുന്ന ആളാരാണോ, കൂടുതൽ അറിവുള്ള ആളാരാണോ, അതിനൊരു ചെറിയ കുട്ടിയാണെങ്കിൽ പോലും അയാളാണ് ഇമാമ് നിൽക്കേണ്ടത്. അതാണ് ഇസ്ലാമിക നിയമം പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇതുപോലൊരു ഗോത്രം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ 7 വയസ്സുകാരനായിരുന്ന ഒരു കുട്ടിയായിരുന്നു ആ കൂട്ടത്തിൽ വളരെ മുതിർന്ന ആളുകളെക്കാൾ കൂടുതൽ ഖുർആൻ അറിയുമായിരുന്നത്. അപ്പോൾ ആ മുതിർന്നവരെയും കവച്ചു വെച്ച് ആ കുട്ടിയെ നിങ്ങൾ ഇമാമാക്കി നിർത്തി നിസ്കരിക്കണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്. അപ്പോൾ അറിവിനെയാണ് അവിടെ മാനദണ്ഡമാക്കി വെച്ചത്, ഏതെങ്കിലും ചില വ്യക്തികളെ മാത്രമല്ല. അപ്പോൾ അങ്ങനെ നിസ്കരിക്കുമ്പോൾ ഒരു ഏറ്റവും കൂടുതൽ അറിവുള്ളയാൾ മുന്നിൽ നിൽക്കട്ടെ, ഇന്നൊരു പ്രത്യേകയാൾ ഒരു പുരോഹിതൻ മുന്നിൽ നിൽക്കണമെന്ന് പറഞ്ഞാൽ നിസ്കരിക്കുമ്പോൾ ഒറ്റ സൊഫിൽ അണിയണിയായി നിൽക്കുമ്പോൾ ഒന്നാമത്തെ സൊഫിൽ നിൽക്കുന്നതിന് വേണ്ടി കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ പിന്നെ പുണ്യം നമുക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ കൂടുതൽ ഒന്നാമത്തെ സൊഫിലേക്ക് എത്തുന്നു. അങ്ങനെ ഒരു സംഗതി ഇസ്ലാമിലില്ല. അല്ലെങ്കിൽ പിന്നെ നിസ്കാരം പിന്നെ പോട്ടെ, മറ്റാരാധനാകർമ്മങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആരാധനാകർമ്മം നിർവഹിക്കുന്നതിന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാപങ്ങൾ പുറത്ത് കിട്ടുന്നതിന്, പല മതങ്ങളിലും പ്രത്യേക ശാസ്ത്രങ്ങളിലും മനുഷ്യരുടെ പാപങ്ങൾ പുറത്ത് കിട്ടുന്നതിന് പിന്നെ പല പുരോഹിതന്മാരുടെയും അടുത്ത് പോയി ചില ചടങ്ങുകൾ ചെയ്യേണ്ട അവസ്ഥകളുണ്ട്, അല്ലെങ്കിൽ അവരോട് പോയി നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പറയേണ്ടുന്ന സ്ഥിതിയുണ്ട്. ഇസ്ലാമിൽ അങ്ങനെ ഒരു സംഗതി എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. നമുക്ക് നമ്മുടെ പക്കൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകൾ ഒരു മനുഷ്യനോടും, അല്ലെങ്കിൽ പുരോഹിതനെന്നോ അല്ലെങ്കിൽ പണ്ഡിതനെന്നോ ഒരാളോടും പറയേണ്ടുന്ന സ്ഥിതി ഇസ്ലാമിൽ പിന്നെ അള്ളാഹു വെച്ചിട്ടില്ല. നമുക്ക് അള്ളാഹുവിനോട് നേരിട്ട് നമ്മളെ പാപങ്ങളെക്കുറിച്ച് പറയാം. അതിന് പിന്നെ പാപങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടി, അതിന് പാപമോചനത്തിന് വേണ്ടി നമുക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കാം. അതിനിടയിലൊരു ഇടയാളൻ ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ നമുക്ക് ദൈവത്തോട് അടുക്കാൻ, അള്ളാഹുവിനോട് അടുക്കാൻ ഒരു മധ്യവർത്തി, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയുന്ന ദൈവത്തോടടുത്ത കുറേ ആളുകൾ, അവരിലൂടെ മാത്രം പോയി കഴിഞ്ഞാൽ നമുക്ക് സാധിക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ, ഇതൊന്നും ഇസ്ലാമിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്ക് സംശയം തോന്നിയേക്കാം, ഇസ്ലാമിൽ സക്കാത്ത് ഉണ്ടല്ലോ, അതിൽ സാമ്പത്തികമായി നമുക്ക് ചിലവ് വരുന്നുണ്ടല്ലോ. പക്ഷേ സക്കാത്തിൻ്റെ സ്ഥിതി നമ്മൾ ആലോചിച്ച് നോക്കുക. സക്കാത്ത് ആർക്കാണ് നിർബന്ധമാവുന്നത്? സക്കാത്തിൻ്റെ അളവുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മാത്രം മതി. ഇപ്പോൾ കറൻസി, അല്ലെങ്കിൽ സ്വർണം, വെള്ളി പോലുള്ള, അല്ലെങ്കിൽ അതിന് തത്തുല്യമായ കറൻസി എന്ന് പറയുന്നത് 85 ഗ്രാം പിന്നെ സ്വർണ്ണമാണെങ്കിൽ 85 ഗ്രാം, അല്ലെങ്കിൽ പിന്നെ വെള്ളിയാണെങ്കിൽ 595 ഗ്രാം, ഇത്ര അളവിൽ പിന്നെ അല്ലെങ്കിൽ ഇതിന് തത്തുല്യമായ ഒരു കറൻസി, ഇതൊരു സൂക്ഷിപ്പ് മുതലായി കയ്യിലുള്ളൊരു മനുഷ്യന് മാത്രമാണ് സക്കാത്തുള്ളത്. അത്ര പൈസ തൻ്റെ ചിലവും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സൂക്ഷിപ്പ് മുതലായി വേണം. ഇനി അപ്പോൾ മാത്രമല്ല, അതിന് ഹൗല് തികയണം, അഥവാ 1 വർഷം കഴിയണം, അപ്പോഴാണ് അയാൾക്ക് സക്കാത്തുള്ളത്. അപ്പോൾ ഒരു ഡെഡ് മണിയായി ഇത്ര സമ്പത്ത്, തൻ്റെ ചിലവുകളും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ഡെഡ് മണിയായി, ഒരു ശേഖരമായി ഒരു മനുഷ്യൻ്റെ കയ്യിൽ ഉണ്ടാവുകയും അതിന് 1 വർഷം കഴിയുകയും ചെയ്തു കഴിഞ്ഞാൽ
അഥവാ അത്രത്തോളം അയാൾക്ക് ബാക്കി അയാളുടെ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ശേഷിയുണ്ട്, ഇതൊരു സൂക്ഷിപ്പ് മുതലാണ് എങ്കിൽ പിന്നെ അതിൻ്റെ 2% കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ല. അങ്ങനെയുള്ളവർക്കാണ് ഇസ്ലാം സക്കാത്ത് നിശ്ചയിച്ചത്. ഇനി അഥവാ നോമ്പെടുക്കുന്നതിന് 5 പൈസ ചിലവില്ല. സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ജീവിക്കുന്ന പിന്നെ 3 നേരം ഭക്ഷണം കഴിക്കുന്നെങ്കിൽ 2 നേരം ഭക്ഷണം ലാഭമാണ് നോമ്പെടുക്കുന്നതിൽ ഉണ്ടാകുന്നത്. പിന്നെ പല മുസ്ലിങ്ങളും ആ ഒരു ലാഭത്തിൻ്റെ പേരും പറഞ്ഞ് നോമ്പ് തുറ സമയത്ത് വളരെ വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാക്കുന്നത് ആ മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ പ്രശ്നമാണ്. അതല്ല അള്ളാഹു അങ്ങനെ ഒരു ഇഫ്താർ നോമ്പ് തുറ, വളരെ വിഭവസമൃദ്ധമായൊരു നോമ്പ് തുറ ഉണ്ടെങ്കിൽ നോമ്പ് പൂർത്തിയാവൂ എന്ന് ഇസ്ലാമിക നിയമങ്ങളിൽ എവിടെയും പറയുന്നില്ല. ഒരു കാരക്കയും ഒരു പിന്നെ പച്ചവെള്ളവും കൊണ്ടാണെങ്കിൽ പോലും നമുക്ക് നോമ്പ് തുറക്കാൻ സാധിക്കും. അപ്പോൾ അവിടെയും ഒരു ചെലവ്, ഒരു ആരാധനാകർമ്മത്തിൻ്റെ ഭാഗമായി ഒരു സാമ്പത്തികമായ ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ സംഗതി അവിടെയും വരുന്നില്ല. ഇനി ഹജ്ജ് ചെയ്യുമ്പോൾ വളരെ വലിയ സാമ്പത്തിക ചെലവുണ്ട്. പക്ഷേ ഹജ്ജ് ആർക്കാണ് നിർബന്ധമാകുന്നത്? മനിസ്തത്താ ഇലൈഹി സബീല എന്ന് വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി അള്ളാഹു തന്നെ പറഞ്ഞു. ഹജ്ജ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാണ് ഹജ്ജ് നിർബന്ധം തന്നെയാകുന്നത്. ഒരു മനുഷ്യന് ഹജ്ജിന് പോകാനുള്ള സാമ്പത്തികമായ ശേഷിയില്ല, അങ്ങനെയെങ്കിൽ അയാൾക്ക് ഹജ്ജ് നിർബന്ധമില്ല. നാളെ ഒരിക്കലും സാമ്പത്തികമായോ അല്ലെങ്കിൽ ആരോഗ്യപരമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുമോ ഒരാൾക്ക് ഹജ്ജിന് പോകാനുള്ള ശേഷിയില്ലെങ്കിൽ അയാൾക്ക് ഹജ്ജ് നിർബന്ധമാകുന്നില്ലല്ലോ. പിന്നെ നാളെ പടച്ചവൻ അയാളോട് എന്തുകൊണ്ട് ഹജ്ജ് ചെയ്തില്ല എന്ന് ചോദിക്കുന്നില്ലല്ലോ. അപ്പോൾ ഹജ്ജ് നിർബന്ധമാകുന്നത് തന്നെ ഈ തരത്തിൽ സാമ്പത്തികമായി മാത്രമല്ല, മറ്റു പല മേഖലകളിലും അതിനുള്ള സാധ്യതകളും എല്ലാം റെഡിയായി, അവസരങ്ങൾ റെഡിയായി, അതിന് കഴിവുള്ള ആളുകൾക്ക് മാത്രമാണ് ഹജ്ജ് നിർബന്ധമാകുന്നത്. അപ്പോൾ ഇസ്ലാമിലെ ഏതൊരു ആരാധനാകർമ്മങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും ബാക്കി എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. പലപ്പോഴും ആളുകൾ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലുള്ള ആളുകൾ പിന്നെ പല ജനങ്ങളെ ചൂഷണം ചെയ്യാൻ ഉപയോഗിക്കാറുള്ളത് മനുഷ്യൻ്റെ ദൗർബല്യങ്ങളെയാണ്. മനുഷ്യൻ്റെ രോഗങ്ങൾ, അസുഖങ്ങൾ, അല്ലെങ്കിൽ അവൻ്റെ വിഷമാവസ്ഥകൾ, അല്ലെങ്കിൽ ജീവിതത്തിലുണ്ടാകുന്ന ചില ചടങ്ങുകൾ, ചില പ്രത്യേക സന്ദർഭങ്ങൾ, സവിശേഷ സന്ദർഭങ്ങൾ, ജനനം, മരണം, വിവാഹം പോലുള്ള സംഗതികൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് പൊതുവെ ആളുകൾ മതത്തിൻ്റെ പേരിൽ ചൂഷണത്തിനായി പിന്നെ ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഇസ്ലാമിൽ അവിടെയും ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ വിവാഹം എടുക്കുക, അല്ലെങ്കിൽ ജനനം, മരണം, ഇത്തരം ചടങ്ങുകളിൽ അല്ലെങ്കിൽ സന്ദർഭങ്ങളിൽ ഏതെങ്കിലും ഒരു പുരോഹിതൻ്റെ സാന്നിധ്യം നിർബന്ധമായി ഉണ്ടായിരിക്കണം എന്ന് ഇസ്ലാം നിബന്ധന വെച്ചതായി നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല. ജനനത്തോടനുബന്ധിച്ച് അങ്ങനെ ഒരു ചടങ്ങ് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. മരണത്തോടനുബന്ധിച്ച് ഇന്ന ഒരു പുരോഹിതന് വന്ന് മരണാനന്തര കർമ്മങ്ങൾ ചെയ്യണമെന്ന് ഇസ്ലാം എവിടെയും പഠിപ്പിക്കുന്നില്ല. ഒരു സാധാരണഗതിയിൽ ഒരു മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മയ്യത്തിനോട് കാണിക്കേണ്ട ആദരവും അതിനെ സംസ്കരിക്കേണ്ട രൂപവും കുളിപ്പിക്കേണ്ട രൂപവും മറമാടേണ്ട രൂപവും ഒക്കെ വളരെ വ്യക്തമായി ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ പിന്നെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ വ്യക്തമായി വന്നിട്ടുണ്ട്. അത് പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഏതൊരു വ്യക്തിക്കും, സാധാരണക്കാരനോ പണ്ഡിതനോ അല്ലെങ്കിൽ അറിവുള്ളയാളോ ഇല്ലാത്തയാളോ ആരുമായിക്കോട്ടെ, ഇത് പഠിച്ച് മനസ്സിലാക്കിയ മുസ്ലിം സമൂഹത്തിലെ ഏത് വ്യക്തിക്കും അയാളുടെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും, അയാളെ മറമാടാൻ പറ്റും, എന്തും അയാളുടെ മയ്യത്ത് നിസ്കാരം നിർവഹിക്കാൻ ഇന്ന ഒരു പുരോഹിതൻ തന്നെ വേണം എന്നാലേ അത് ശരിയാവുള്ളൂ എന്ന നിയമം ഇസ്ലാമിലില്ല. ഒരു വിവാഹം നടക്കണമെങ്കിൽ വളരെ ലളിതമാണ് ഇസ്ലാമിലെ വിവാഹ കർമ്മം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഒരു യാത്ര കഴിഞ്ഞ് പിന്നെ മദീനയിലേക്ക് തിരിച്ചു വരുമ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു വളരെ വേഗത്തിൽ ഒട്ടകത്തെ മുന്നോട്ട് പായിച്ച് പിന്നെ പോകുന്നത് കണ്ടു. അപ്പോൾ പ്രവാചകൻ പുറകെ ചെന്ന് അദ്ദേഹത്തെ കയ്യിലുള്ള ഒട്ടകത്തെ തെളിക്കാൻ ഉപയോഗിക്കുന്ന വടി കൊണ്ട് ജാബിർ അള്ളാഹുവിൻ്റെ ഒട്ടകത്തെ ഒന്ന് അടിച്ചു. അപ്പോൾ ജാബിർ അള്ളാഹു തിരിഞ്ഞു നോക്കി, ആരാണ് പിറകിലുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്താണ് ജാബിർ ഇത്ര പിന്നെ വേഗത്തിൽ മദീനയിൽ എത്താറാകുമ്പോൾ വളരെ സ്പീഡിൽ ഒട്ടകത്തെ പായിച്ച് മുന്നോട്ട് പോകുന്നു? അപ്പോൾ ജാബിർ അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് അധിക സമയമായിട്ടില്ല, വളരെ പെട്ടെന്നാണ് ഞാൻ ഈ യാത്രയ്ക്ക് അങ്ങയുടെ കൂടെ വന്നത്. അപ്പോൾ തിരിച്ച് മദീനയിലെത്തുമ്പോൾ വളരെ പെട്ടെന്ന് വീട്ടിലെത്തണമെന്ന ആഗ്രഹം, ഭാര്യയെ കാണണമെന്ന ആഗ്രഹം കൊണ്ടാണ് ഞാൻ വളരെ സ്പീഡിൽ പോകുന്നത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, അന്നത്തെ സമൂഹത്തിൽ ഒരു പക്ഷേ ഇന്ന് നമ്മൾ കേൾക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോയേക്കാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത സ്വഹാബിമാരിൽ ഒരാളായിരുന്ന ജാബിർ, അദ്ദേഹത്തിൻ്റെ ഉപ്പ അബ്ദുല്ലാഹി ബിൻ ഹറാം റളിയല്ലാഹു അൻഹു, അവരൊക്കെയും റസൂലിനെ അടുത്തറിയുന്ന ആളുകളാണ്. അദ്ദേഹം ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ മനുഷ്യൻ കൂടിയാണ്. അങ്ങനെയുള്ള പിന്നെ അബ്ദുള്ളയുടെ മകൻ ജാബിർ ബിൻ അബ്ദുല്ല എന്ന് പറയുന്ന അടുത്ത സ്വഹാബി, ആ സ്വഹാബി വിവാഹം കഴിച്ചത് അള്ളാഹുവിൻ്റെ റസൂൽ അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ ഒരു പ്രത്യേക പുരോഹിതൻ അല്ലെങ്കിൽ ഒരു വലിയ പിന്നെ മനുഷ്യൻ, ഒരു നാട്ടിലെ പിന്നെ അറിയപ്പെട്ട ഒരാൾ, അയാളെ അറിയിക്കാതെ വിവാഹം നടത്തി എന്നുള്ളത്, പ്രത്യേകിച്ച് നമ്മൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഖാദിമാരോ മുഫ്തിമാരോ ഒക്കെ ആണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനേക്കാളും വലിയ ആളില്ലല്ലോ. അപ്പോൾ വിവാഹം അവരൊരിക്കലും അങ്ങനെ മനഃപൂർവ്വം പ്രവാചകനെ ക്ഷണിക്കാതിരുന്നതല്ല. വിവാഹം അത്രത്തോളം ഒരു സാധാരണമായൊരു സംഗതി ആയിരുന്നു അന്നത്തെ സമൂഹത്തിൽ എന്നുള്ളത് കൊണ്ടാണ്. അത് വളരെ ലളിതവുമായിരുന്നു അന്നത്തെ സമൂഹത്തിൽ. അത് പിന്നെ നമ്മൾ ഇന്ന് കാണുന്നത് പോലുള്ള അങ്ങനെയുള്ള ചടങ്ങുകളായിരുന്നില്ല.
പിന്നെ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാവരും തങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യം ആഗ്രഹിച്ചിരുന്നവരായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഒരുപാട് ആളുകൾ ക്ഷണം സ്വീകരിച്ച് അവരുടെ വീടുകളിൽ പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ എന്തോ സാഹചര്യങ്ങൾ കൊണ്ടാവാം. ഏതായിരുന്നാലും പ്രവാചകൻ ജാബിർ റളിയല്ലാഹുവിൻ്റെ വിവാഹം അറിഞ്ഞിട്ടില്ല. അതൊരു കുറ്റമായി പ്രവാചകൻ പഠിപ്പിച്ചിട്ടുമില്ല. മറ്റൊരു സ്വഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, അദ്ദേഹവും സമാനമായി ഇതുപോലെ അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ വില കൂടിയ സുഗന്ധം ഉപയോഗിച്ചതിൻ്റെ പിന്നെ മഞ്ഞ നിറം കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്ത് പറ്റി, എന്താണ് ഈ സുഗന്ധം ഉപയോഗിച്ച് ഇങ്ങനെ വരാനുള്ള കാര്യം? കാരണം വളരെ വില കൂടിയ അല്ലെങ്കിൽ വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സുഗന്ധമാണത്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, പ്രവാചകൻ എൻ്റെ വിവാഹം കഴിഞ്ഞു, എൻ്റെ പിന്നെ നിക്കാഹ് കഴിഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് എന്നെ വിളിക്കാതെ വിവാഹം നടത്തിയോ എന്നല്ല ചോദിച്ചത്, നേരെ മറിച്ച് ഔലിം വലോ ബിഷാത്തിന്, ഒരു ആടിനെ അർത്ഥമെങ്കിലും വലീമ കൊടുക്കണമെന്ന നിർദ്ദേശം അദ്ദേഹത്തോട് പറയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു വിവാഹം എന്നൊരു ചടങ്ങിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിക്കുന്നയാളും അതുപോലെ തന്നെ പെൺകുട്ടിയുടെ രക്ഷിതാവ് വലിയായ മനുഷ്യനും 2 സാക്ഷികളും ഉണ്ടെങ്കിൽ പിന്നെ ഒരു വലീമ എന്നൊരു സൽക്കാരം, അത് ഇസ്ലാം പഠിപ്പിച്ചൊരു സംഗതിയാണ് കഴിവിനനുസരിച്ച്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇസ്ലാമിലെ വിവാഹം അതോടുകൂടി പൂർത്തിയായി. അല്ലാതെ ഒരു പുരോഹിതനോ അല്ലെങ്കിൽ പണ്ഡിതനോ വന്ന് ഒരു ചടങ്ങിലൂടെ മാത്രമേ പിന്നെ ഈ വിവാഹം സാധുവാകുകയുള്ളൂ, അങ്ങനെയൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. വിവാഹത്തിൻ്റെ ചടങ്ങുകൾ, അതിൻ്റെ മര്യാദകൾ, അതിൻ്റെ ക്രമം അറിയുന്ന ആളുകളാണ് ഈ പറഞ്ഞ ആളുകൾ, ഇതിൻ്റെ വരനും അതുപോലെ തന്നെ പിന്നെ പെൺകുട്ടിയുടെ രക്ഷിതാവും സാക്ഷികളും ഒക്കെ എങ്കിൽ അവർക്ക് തന്നെ ആ വിവാഹം നടത്താവുന്നതേ ഉള്ളൂ എന്നാണ്. അപ്പോൾ ഇസ്ലാം ഇവിടെയൊക്കെ പഠിപ്പിച്ചത് ഇവിടെയൊന്നും പിന്നെ പണ്ഡിതന്മാരെയും അറിവുള്ളവരെയും അല്ലെങ്കിൽ പിന്നെ നല്ല ആളുകളെയും വിളിക്കേണ്ട എന്നല്ല ഇത് ഈ പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം. നേരെ മറിച്ച് നമ്മുടെ ജീവിതത്തിലെ നല്ല സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ള നല്ല വ്യക്തികൾ സമൂഹത്തിലുണ്ടെങ്കിൽ അവരുടെ സാന്നിധ്യം നമ്മൾ ആഗ്രഹിക്കുന്നതും അവരെ ക്ഷണിക്കുന്നതും അവരെ നേതൃസ്ഥാനത്ത് നിർത്തുന്നതും ഒരിക്കലും ഒരു തെറ്റല്ല, അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇസ്ലാം അങ്ങനെ ചില മതത്തിൻ്റെ മാത്രം ആളുകളായി പിന്നെ ചില ആളുകളെ അങ്ങനെ ചമഞ്ഞ് ജീവിക്കാൻ ഇസ്ലാം ഒരു അനുവാദം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ചൂഷണത്തിനുള്ളൊരു വഴി ഇസ്ലാം തുറന്നിട്ട് കൊടുത്തിട്ടില്ല. ചില ആളുകൾ മതത്തിൻ്റെ ആളുകളായി പ്രത്യക്ഷപ്പെട്ട് ചില പ്രത്യേക വസ്ത്രങ്ങൾ ധരിച്ച് തങ്ങൾ മാത്രം മതത്തിൻ്റെ ഓരോ ചടങ്ങുകളിലും അല്ലെങ്കിൽ മതത്തിൻ്റെതായ ദൈവത്തിൻ്റെതായ കാര്യങ്ങളൊക്കെ നമ്മളിലൂടെ മാത്രം നടക്കുന്നു എന്ന് വിചാരിച്ച് നടക്കാനുള്ളൊരു സ്ഥിതി ഇസ്ലാമിൽ എവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ചുരുക്കം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ തന്നെ എത്രയോ അവസരങ്ങൾ വേണമെങ്കിൽ ഒരു വിരൽ ഞൊടിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് പിന്നെ കണ്ണടച്ചിരുന്നെങ്കിൽ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണമെങ്കിൽ തൻ്റെ അധികാരവും അതുപോലെ തന്നെ തൻ്റെ പിന്നെ ജനങ്ങൾക്കിടയിലുള്ള ഇഷ്ടവും സ്വാധീനവും ഉപയോഗിച്ച് സാമ്പത്തികമായി ഏത് രൂപത്തിലും ജനങ്ങളെ ചൂഷണം ചെയ്യാമായിരുന്നു. പക്ഷേ എന്നിട്ടും ഇത്ര വലിയ അനുകൂല സാഹചര്യങ്ങൾ, ചൂഷണങ്ങൾക്കുള്ള എല്ലാ ഉപാധികളും കൺമുന്നിൽ ഉണ്ടായിരുന്നിട്ടും അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ 3 ദിവസം അടുപ്പിച്ച് അടുപ്പ് പുകഞ്ഞിട്ടില്ല എന്ന് ചരിത്രം നമ്മളോട് പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുമ്പോൾ അവിടുത്തെ പടയങ്കി ഒരു ജൂതൻ്റെ കയ്യിൽ അല്പം പിന്നെ ധാന്യത്തിന് വേണ്ടി പണയത്തിലായിരുന്നു എന്ന് പ്രവാചക ചരിത്രം നമ്മളോട് പറയുമ്പോൾ, അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഇസ്ലാമിൽ പൗരോഹിത്യത്തിനൊരു ഇടമുണ്ട്, മനുഷ്യന്മാരെ സാമ്പത്തികമായി ചൂഷണം ചെയ്യാൻ മതത്തിൻ്റെ പേരിൽ ആളായി നടക്കാൻ ഇസ്ലാമിനൊരു ഇടമുണ്ട് എന്ന് നമുക്ക് എങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുക? അപ്പോൾ യഥാർത്ഥ മതമാണോ, യഥാർത്ഥ പ്രപഞ്ചനാഥൻ്റെ ലോകത്തിൻ്റെ സ്രഷ്ടാവിൻ്റെ യഥാർത്ഥ ദൈവിക മതമാണോ, അവിടെ ചൂഷണങ്ങൾക്കൊരു ലൂപ്പ് ഹോൾ ഉണ്ടാവില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ഒരു വിടവ് യഥാർത്ഥ മതത്തിലുണ്ടാവില്ല. തൽപര കക്ഷികളായ ആളുകൾ മതത്തിൻ്റെ പേരിലെ ആളുകളായി ചമഞ്ഞ് മനുഷ്യരുടെ സമ്പത്തും പണവും അതുപോലെ തന്നെ അവരിൽ നിന്നും മറ്റു പല നേട്ടങ്ങളും തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം. അങ്ങനെയെങ്കിൽ അത് ശരിക്കുള്ള ഇസ്ലാം അല്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. അത്തരം സാമ്പത്തിക ചൂഷണങ്ങളിൽ ചെന്ന് പെടാതെ സൂക്ഷിക്കുകയും വേണം. കാരണം ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ് നമ്മുടെ അള്ളാഹുവിനോടെടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ നല്ല മതത്തോടെടുക്കാൻ, ഇസ്ലാം ശരിയായി അനുഷ്ഠിച്ച് ജീവിക്കാൻ ഏതെങ്കിലും മനുഷ്യന്മാരെ പിന്നെ ചുമതലപ്പെടുത്തിയിട്ടില്ല. അതിന് ഇടയാളന്മാരായും മധ്യവർത്തികളായും ഒക്കെ അതിനിടയിൽ നിൽക്കാൻ നമുക്ക് കൂടുതൽ അറിവ് നേടുക, കൂടുതൽ മതത്തിൽ അറിവ് നേടുക, ദീന് പഠിക്കുക, അള്ളാഹുവിനെ കൂടുതൽ മനസ്സിലാക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതൽ മനസ്സിലാക്കുക, ദീനീ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ പഠിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി നമുക്ക് തന്നെ വളരെ കൃത്യമായി ഈ ലോകത്ത് ദീൻ അനുഷ്ഠിച്ച് ജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ചൂഷണങ്ങളിൽ ചെന്ന് പെടാതെ ഇസ്ലാമിനെ അതിൻ്റേതായ തനതായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കാൻ വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അതിനെ എങ്ങനെയാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാർക്ക് പകർന്നു കൊടുത്തത്, ഈ സ്വഹാബിമാരെങ്ങനെയാണോ ഇത് കണ്ട് പഠിച്ചു മനസ്സിലാക്കി, എങ്ങനെയാണോ ഇത് ഖുർആനിനെയും സുന്നത്തിനെയും അവർ മനസ്സിലാക്കിയത്, അങ്ങനെ തന്നെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, ഈ ലോകത്ത് വഴി കാണിച്ച യഥാർത്ഥ ദീൻ മുറുകെ പിടിച്ച് അത് നമുക്ക് പകർന്ന പണ്ഡിതന്മാർ, അവരൊക്കെ വഴി കാണിച്ച ചൂഷണമുക്തമായ മതത്തെ
അനുഷ്ഠിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹദ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല അലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.